സൈനസസ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെയും കണ്ണിലും ചുറ്റിലുമുള്ള എയർ ഫിൽഡ് കാവിറ്റീസ് അല്ലെങ്കിൽ വായു നിറഞ്ഞ അറകളെയാണ് സൈനസസ് എന്ന് പറയുന്നത്. ഈ കാവിറ്റീസിൻ്റെ ഭിത്തികളിലുള്ളൊരു ദ്വാരം വഴി മൂക്കിലേക്ക് എപ്പോഴും കഫം വന്നുകൊണ്ടിരിക്കാറുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഈ ദ്വാരം അടഞ്ഞു പോവുകയാണെങ്കിൽ കഫം അവിടെ കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ സൈനസ് കാവിറ്റീസിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഒക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സൈനസൈറ്റിസ്. ഇത് കാരണം നേസൽ കഞ്ചഷനും പെയിനും ഒക്കെ ഉണ്ടാവാറുണ്ട്. സൈനസൈറ്റിസിന്റെ പ്രധാന കാരണങ്ങൾ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ജലദോഷം, മൂക്കടപ്പ്, അതുപോലെ നേസൽ പോളിപ്പ്, മൂക്കിൻ്റെ പാലത്തിലുള്ള വളവ്, കോൺസ്റ്റിപ്പേഷൻ, നമ്മുടെ തെറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈല്, പൊല്യൂഷൻ, സ്മോക്കിംഗ്, ഇതെല്ലാം സൈനസൈറ്റിസിന് കാരണമാകാറുണ്ട്. ഇതുകൂടാതെ സ്ഥിരമായിട്ടുള്ള അലർജിയും നമുക്ക് ഈ സൈനസൈറ്റിസിന് കാരണമാകാറുണ്ട്. ചില ആൾക്കാർക്ക് രാവിലെ എണീക്കുമ്പോഴുള്ള തുമ്മൽ, അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി, ടാൽക്കം പൗഡർ അലർജി, പെർഫ്യൂം അലർജി, ഇങ്ങനെ സ്ഥിരമായിട്ട് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അലർജിയും പിന്നീട് സൈനസൈറ്റിസിന് കാരണമാകാറുണ്ട്. മൂക്കിനടുത്തുള്ള മാക്സറി സൈനസിലും എത്മോയ്ഡ് സൈനസിലും നീർവീക്കം ഉണ്ടാകുമ്പോൾ മൂക്കിൽ ദശ വളരാറുണ്ട്. ഇതിനെ എത്മോയ്ഡൽ പോളിപ്പ് എന്നാണ് പറയുന്നത്. പോളിപ്പ് കാരണം മൂക്കിലുള്ള കാർട്ടിലേജിന് വീക്കം ഉണ്ടാകുകയും മൂക്കിന്റെ ഒരു പാലത്തിന് ഷേപ്പ് വ്യത്യാസം വരികയും ചെയ്യാറുണ്ട്.